അപ്പോൾ നീതിന്യായ വ്യവസ്ഥയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണോ? തീർച്ചയായിട്ടും. അങ്ങനെ CRPക്കാരുടെ ഓപ്പറേഷനിലാണ് ഈ സംഭവം നടക്കുന്നത്. പ്ലറ്റൂൺ കമാൻഡർ നാണു വി പീഡികയിൽ എന്ന് പറഞ്ഞ സുബേദാറിൻ്റെ നേതൃത്വത്തിൽ ഈ ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ എൻകൗണ്ടർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായത്. അന്ന് വയനാട്ടിൽ പ്രവർത്തിച്ചത് പ്ലറ്റൂൺ കമാൻഡർ സുബേദാർ NV പീഡികയുടെ നേതൃത്വത്തിൽ. അതിൻ്റെ മുകളിലുള്ള DYSP, കമൻഡാൻറ്റ്, SP റാങ്കിലുള്ള കമൻഡാൻറ്റ്, DIG, IG, DGP, ഇത്രയും CRPFിലെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവരെല്ലാം ഈ പിറ്റേന്ന് 19-ാം തീയതി ഈ സംഭവസ്ഥലം സന്ദർശിക്കുന്നു. എൻ്റെ ഉത്തരവിന് ഇവർ കാത്തു നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു CRPF എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനാണ്. അവർക്ക് അവരുടേതായിട്ട് സംവിധാനമുണ്ട്, അവരുടേതായിട്ടുള്ള മേലുദ്യോഗസ്ഥന്മാരുണ്ട്, അവരുടേതായിട്ടുള്ള വകുപ്പ് അധ്യക്ഷനുണ്ട്. അപ്പോൾ അവർ സംസ്ഥാന പോലീസിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റിനെ അയച്ചാൽ അവരുടെ കമാൻഡർ മുഖേനേ അവർക്ക് പ്രവർത്തിക്കാനൊക്കെ ഉള്ളൂ. ഈ രാമേന്ദ്രൻ നായരിക്കും ഹനീഫയ്ക്കും അഡീഷണലായിട്ട് പ്രൊമോഷൻ, പോലീസുകാരായിട്ടുള്ള അവർക്ക് ലാൻസ് നായക്കായിട്ട് പ്രൊമോഷൻ കൊടുത്തു. അതിന് കാരണം പറഞ്ഞത് അവരാണ് വെടിവെച്ചിട്ട് ഈ പിടികിട്ടാപ്പുള്ളിയായിരുന്ന വർഗീസിനെ കൊലപ്പെടുത്തിയത്. അതിന് സ്പെഷ്യലായിട്ടുള്ള പാരിതോഷികമായിട്ട് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു. ഇത് അന്നത്തെ CRPക്ക് പല ഡോക്യുമെൻറ്റിലുണ്ട്. ആ രേഖപ്പെടുത്തിയതിൽ ഇവർക്ക് റിവാർഡ് കൊടുക്കാനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് ഏറ്റുമുട്ടലിൽ വർഗീസിനെ വധിച്ച് അതിന് വേണ്ടിയിട്ടുള്ള റിവാർഡാണെന്നാണ്. അതിലൊരിടത്തും ലക്ഷ്മണയുടെ പേരില്ല. ലക്ഷ്മണയുടെ റെക്കമെൻഡേഷനിലാണ് ഇത് കൊടുത്തു എന്നുള്ളത് രേഖയില്ല. ഇത് ട്രയൽ കോടതിയിൽ ഹാജരാക്കിയതാണ്. അതും കൂടെ അത് കണക്കിൽ എടുക്കാതെയാണ് ലക്ഷ്മണയെ ശിക്ഷിച്ചത്. രാമചന്ദ്രൻ നായർ ഈ സംഭവം ഈ 18-ാം തീയതിത്തെ എൻകൗണ്ടറിൻ്റെ ഏറ്റുമുട്ടലിലെ സംഭവത്തിന് ശേഷം അയാൾ ലീവിൽ വീട്ടിൽ പോയിരുന്നു. അന്ന് രാമേന്ദ്രൻ നായർ സ്വന്തം കൈപ്പടയിൽ അയാൾ ഡയറിയിൽ ഈ സംഭവത്തിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ എഴുതിയ ഡയറി അയാളുടെ സ്വന്തം കയ്യിൽ എഴുതിയത്. പിന്നീട് വരുന്നത് മാധ്യമത്തിൽ വരുന്നു, ഇപ്പം പരാമർശ വിധേയമായതെല്ലാം രാമേന്ദ്രൻ നായർ പേര് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കുറ്റസമ്മത മൊഴിയാണ്. ഈ രാമേന്ദ്രൻ നായർ ഒറിജിനലായിട്ട് എഴുതിയ ഡയറി അയാളുടെ ഭാര്യ ശാന്തമ്മയുടെ കയ്യിൽ നിന്ന് CBI ഉദ്യോഗസ്ഥന്മാർ അന്വേഷണ സമയത്ത് സീസ് ചെയ്യുന്നുണ്ട്. അത് കോടതിയിൽ ഹാജരാക്കിയില്ല. അതിപ്പോഴും എവിടെ ആണെന്നറിയില്ല. ഇതിനകത്തുണ്ട്. രാമേന്ദ്രൻ നായർ ഇത് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയാണ്. ആ ഡയറി എവിടെ? അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഉണ്ട്. ലക്ഷ്മണയാണ് അവരുടെ ടാർഗറ്റ്, അല്ലാതെ ജയറാം പടിക്കലോ മറ്റാരുമല്ല ആയിരുന്നില്ല എന്നാണ്. അല്ലല്ല, ലക്ഷ്മണയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പലരെയും ചർച്ചയ്ക്ക് വിളിക്കുന്ന ഘട്ടത്തിൽ അവരൊക്കെ പറയുന്നത് ലക്ഷ്മണ ഒരു ആയുധം മാത്രമായിരുന്നു, അതിനപ്പുറത്തേക്ക് പൊളിറ്റിക്കൽ അസാസിനേഷൻ എന്ന നിലയിലാണ് ഈ വിഷയത്തെ അവിടെയാണല്ലോ തെറ്റ്. അവിടെ രാഷ്ട്രീയ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ലക്ഷ്മണയെ ഉപയോഗിക്കുക. ഇതിനെല്ലാം പുറമെ ഇതിന് പുറകിൽ ഉള്ളത് രാഷ്ട്രീയമാണ്. അപ്പൊ നീതിന്യായ വ്യവസ്ഥയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണോ? തീർച്ചയായിട്ടും.